കൊല്ലം കേരളത്തിലെ ഏതൊരു നഗരത്തോളവും ചരിത്രമുള്ള നഗരം. മാർക്കോ പോളോയും ഇബൻ ബത്തൂത്തയും വന്നിറങ്ങിയ, ചൈനയുമായി ശക്തമായ വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്ന നഗരം. കപ്പലണ്ടിക്കും ലേസിനും വേണ്ടി തല്ലുണ്ടാക്കുന്നവരെന്ന് പറഞ്ഞ ചിലരൊക്കെ കളിയാക്കുന്ന കൊല്ലത്തിന്റെ പകരം വെക്കാനില്ലാത്ത 7 പ്രത്യേകതകൾ. കേരളത്തിലേക്ക് ആദ്യ ഫ്ലൈറ്റ് പറന്നിറങ്ങിയത് 1920കളിൽ ഇന്ന് ആശ്രമം മൈതാനം എന്ന് വിളിക്കുന്ന കൊല്ലം എയറോഡ്രോമിലാണ്. തിരുവനന്തപുരം എയർപോർട്ട് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് വരെ കേരളത്തിലേക്കുള്ള എല്ലാ ഫ്ലൈറ്റുകളും പറന്നിറങ്ങിയിരുന്നത് കൊല്ലത്തായിരുന്നു. മാർക്കോ പോളോ, ഇബൻ ബത്തൂത്ത, ആൽബക്കുർക്കി, വാസ്കോഡ ഗാമ, ഡോട്ടോ ബാർബോസ എന്നിങ്ങനെ ഇന്ത്യയിലെത്തിയ ലോക സഞ്ചാരികളെല്ലാം തന്നെ കൊല്ലത്ത് വന്നിറങ്ങിയിട്ടുണ്ട്. മൊറോക്കൻ സഞ്ചാരി ഇബൻ ബത്തൂത്തയുടെയും പേർഷ്യൻ സഞ്ചാരി സുലൈമാൻ അൽ തജീറിന്റെയും രേഖകളിൽ കൊല്ലത്ത് കണ്ട വമ്പൻ ചൈനീസ് കപ്പലുകളെക്കുറിച്ചും കൊല്ലം നഗരത്തിലെ ചൈനക്കാരുടെ വാസകേന്ദ്രങ്ങളെക്കുറിച്ചുമുള്ള വിവരണങ്ങളുണ്ട്. കേരളത്തിന്റെ മലയാളം കലണ്ടർ കൊല്ലവർഷത്തിന്റെ ആരംഭം, കൊല്ലം നഗരത്തിന്റെ പുനർക്രമീകരണവും കൊല്ലം തുറമുഖത്തിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ്. AD 825 രാമരാജശേഖരന്റെ ഭരണകാലത്ത് പേർഷ്യൻ ക്രിസ്ത്യൻ മിഷണറിയും വ്യാപാരിയുമായിരുന്ന മാർ സപ്പോറിന്റെ നേതൃത്വത്തിൽ കൊല്ലം തുറമുഖം രൂപപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് കൊല്ലവർഷത്തിന്റെ ആരംഭം. കഥകളിയുടെ പിറവി രാമനാട്ടം എന്ന കലാരൂപത്തിൽ നിന്നാണ്. കൊട്ടാരക്കര തമ്പുരാൻ വീര കേരളവർമ്മൻ ചിട്ടപ്പെടുത്തിയ രാമനാട്ടത്തിൽ നിന്നാണ് പിൽക്കാലത്ത് കഥകളി ഉത്ഭവിച്ചതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇന്ത്യൻ ഭാഷയിലും ലിപിയിലും ഇന്ത്യയിൽ വെച്ച് ആദ്യമായി ഒരു പുസ്തകം അച്ചടിക്കപ്പെട്ടത് കൊല്ലത്ത് വെച്ചാണ്. പോർച്ചുഗീസ് ജെസ്യൂട്ട് മിഷണറിയായ ഹെൻറിക് 1578 തമിഴിൽ കൊല്ലത്തു നിന്ന് പുറത്തിറക്കിയ തമ്പുരാൻ വണക്കം അങ്ങനെ ഇന്ത്യയിൽ അച്ചടിക്ക് തുടക്കം കുറിച്ചു. ആഫ്രിക്കയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും ടൺ കണക്കിന് കശുവണ്ടി ഇറക്കുമതി ചെയ്ത് പ്രോസസ്ഡ് ഫുഡാക്കി യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കയറ്റുമതി ചെയ്യുന്ന അനേകം സ്ത്രീകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഇന്ത്യയുടെ കാഷ്യൂ ക്യാപിറ്റലാണ് കൊല്ലം. അറ്റോമിക് എനർജി, സ്പേസ് ടെക്നോളജി, ഡിഫൻസ് ടെക്നോളജി എന്നിങ്ങനെ ക്രിട്ടിക്കൽ മേഖലകൾക്കൊക്കെ ഏറ്റവും ആവശ്യമായ റെയർ എർത്ത് മിനറൽസ് കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ മണ്ണാണ് കൊല്ലത്തിന്റെ തീരദേശത്തുള്ളത്. ലളിതമായി പറഞ്ഞാൽ ഇന്ത്യയുടെ ഇന്നലകളിൽ നിന്ന് തുടങ്ങി ഭാവിയിലേക്ക് വരെ നീളുന്ന അപൂർവ നഗരമാണ് കൊല്ലം.